റെയിൻബോ പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പാത്രത്തിൽ അരക്കപ്പ് അരിപ്പൊടി എടുത്ത് അതിലാവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ച ബീറ്റ്റൂട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നനച്ച് കൊടുക്കുക. ഇത് നമ്മളൊരു കേക്ക് ട്രേയിലാണ് സെറ്റാക്കുന്നത്. ആ കേക്ക് ട്രേയിൽ നമ്മൾ നനച്ച് വെച്ച പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും അരക്കപ്പ് പുട്ടുപൊടി എടുത്ത് ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര ചേർത്ത് തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് അരച്ച് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. അരച്ച് വെച്ച ക്യാരറ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അരക്കപ്പ് പുട്ടുപൊടി എടുത്ത് വീണ്ടും തേങ്ങയും പഞ്ചസാരയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ച് വെച്ച ചീര ചേർത്ത് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് നനച്ചെടുക്കുക. ഇത് കേക്ക് ട്രേയിലിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും അരക്കപ്പ് അരിപ്പൊടി എടുത്ത് വീണ്ടും അതിൽ ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ്, പഞ്ചസാര, തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് നനച്ചെടുക്കുക. ഇത് കേക്ക് ട്രേയിൽ ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ സാധാരണ വെള്ള പുട്ടുപൊടി നന്നായിട്ട് വെള്ളം നനച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കേക്ക് ട്രേയുടെ മേലെ വെച്ച് കൊടുക്കുക. ഡെക്കറേഷനായിട്ട് ഒരു ഗ്രേപ്സ് അരിഞ്ഞ് ഒരു ഫ്ലവർ ഷേപ്പിൽ വെച്ച് കൊടുക്കുക. ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ച് ആവിയിൽ 30 മിനിറ്റ് വേവിച്ചെടുക്കുക. റെയിൻബോ പുട്ട് കേക്ക് റെഡിയായി.